എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്കറിയാം, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനിലാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനിലായിരിക്കുന്നത്. വി.ഡി. സതീശനായിരിക്കുമോ, കെ.സി. വേണുഗോപാലായിരിക്കുമോ, രമേശ് ചെന്നിത്തല ആയിരിക്കുമോ എന്ന് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടർ പറയുന്ന കാര്യമുണ്ട്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങ് ജയിച്ചു പൊക്കോളുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ശുദ്ധ മണ്ടത്തരമാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി 10 വർഷമാണ് കേരളം ഭരിച്ചത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് 10 വർഷം കേരളം ഭരിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇത്രത്തോളം ആ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ഇന്ന് കോൺഗ്രസ് 102 സീറ്റ് നേടിയെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്ന ഏകാധിപതിയോടുള്ള എതിർപ്പ് തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. കാരണം അവരെ ജയിപ്പിച്ച അതേ ജനം തന്നെയാണ് ഇന്ന് കോൺഗ്രസിനെ ജയിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പാർട്ടി അനുഭാവികൾ എന്ന് പറയുന്നത് മജോറിറ്റി അല്ല, അത് ന്യൂനപക്ഷമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടോ ഈ നേതാക്കന്മാർക്ക് പലപ്പോഴും അതിൻ്റെ ജനങ്ങളുടെ പൾസ് അറിയുവാൻ അവർ പലപ്പോഴും പിറകോട്ടാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, അധികാരം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ, അതായത് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് യുവത്വമാണ്. എന്ന് വെച്ചാൽ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ കുറച്ച് പ്രസ്താവനകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കണക്കുകളൊന്നും ഞങ്ങൾ മറക്കത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണക്കുകളൊന്നും മറക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മളോട് ചെയ്തിരിക്കുന്ന ഓരോന്നിനും വ്യക്തമായ നമ്മൾ എന്ത് ചെയ്തിരിക്കും, തിരിച്ചടി കൊടുത്തിരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രസ്താവന അദ്ദേഹത്തെ ഇത്രമാത്രം എന്താക്കി തീർത്തിരിക്കുന്നതും, ഇത്രമാത്രം ജനത്തിന് അല്ലെങ്കിൽ യുവജനങ്ങൾക്കും പ്രിയങ്കരനാക്കി തീർത്തിരിക്കുന്നത്. ഓർക്കുക, ഗാന്ധിസമൊക്കെ പഴയ കാലത്താണ്. എന്ന് വെച്ചാൽ ഗാന്ധിസത്തിൻ്റെ പുറകെ ഒന്നും ഇന്നത്തെ യുവതലമുറ പോകത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന രാഷ്ട്രീയ യുവജനങ്ങളും ഒരിക്കലും ഗാന്ധിസം എന്ന് വെച്ചാൽ ഒരു ചുവടിനിട്ടടിക്കുമ്പോൾ മറ്റു ചുവട് കാണിച്ചു കൊടുക്കണമെന്ന രീതിയിലൊന്നും വളരുന്നവരല്ല. വാടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് പറയാൻ തൻ്റെ ഉള്ളവനാണോ എന്നാണ് ഇന്നത്തെ യുവത്വം നോക്കുന്നത് എന്നുള്ളൊരു പൾസ് ഇന്ന് ആർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. ഈ മുതുക്കന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ വി.ഡി. സതീശനെ ആൾക്കാർ വെറുക്കുവാനല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുവാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു എടുത്തടിച്ചുള്ള മറുപടികളും അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവുമാണ് ജനത്തെ ആകർഷിച്ചിരിക്കുന്നത് എന്ന് ആര് മനസ്സിലാക്കേണ്ടതുണ്ട്? രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന മേലാളന്മാരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഹൈക്കമാൻഡിനെ വേണമെങ്കിൽ നമ്മൾക്ക് പിണറായി വിജയനോട് ഉപമിക്കാം. ഈ ഹൈക്കമാൻഡിൽ എന്ന് പറയുന്ന 3 ടീമുകളാണ്. സോണിയാഗാന്ധി, നമ്മുടെ രാഹുൽ ഗാന്ധി, പിന്നെ ആരാണ്, മല്ലികാർജുൻ ഖാർഗെ. ഈ 3 പേരാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ടീമുകൾ. ഇവരെയും കൊണ്ട് കൂടുന്നതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെതല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പൊട്ടയായിരുന്നുവെന്ന് ജനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്കറിയാം, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന യുവത്വത്തെ മുൻപോട്ട് നിർത്തി ഇവരെന്ത് ചെയ്തു? ഇവർ ഇത് നടത്തി, എന്ന് വെച്ചാൽ പ്രചാരണങ്ങൾ നടത്തി. പക്ഷേ അവസാനം കോൺഗ്രസിന് അവിടെ നല്ല വിജയം ലഭിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? സച്ചിൻ പൈലറ്റിനെ മാറ്റിയിട്ട് ഒരു കടൽ കിളവനെ കൊണ്ടുവന്ന് എവിടെ ഇരുത്തി? മിനിസ്റ്റർ പോസ്റ്റിലോട്ട്, അതായത് ചീഫ് മിനിസ്റ്ററുടെ പോസ്റ്റിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാം. ഇപ്പം അതാരുടെ കയ്യിലാണ്? BJP കൊണ്ടുപോയി. ഓക്കെ, എന്ന് വെച്ചാൽ ജനത്തിന് വേണ്ടുന്നത് യുവജനങ്ങളെയാണ്. അല്ലെങ്കിൽ അതുപോലെ യുവജനങ്ങളുടെ പൾസ് അറിയുന്ന നേതാക്കന്മാരെയാണ് ആർക്ക് വേണ്ടുന്നത്? ജനത്തിന് വേണ്ടുന്നത്. അല്ലാതെ ഈ പണ്ടത്തെ രീതി വെച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയം ഒന്നും മുന്നോട്ട് പോകത്തില്ല. ഇനി അടുത്തത് നമ്മൾക്കറിയാം, ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലേ. പുള്ളിയും എന്തായിരുന്നു? കോൺഗ്രസിന് വേണ്ടി നല്ല ഊർജ്ജസ്വലതയോടെ നിന്നതാണ്. അപ്പോൾ പുള്ളിയും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് പോയി, ബി ജെ പിയിലോട്ട് പോയി. ആ സംസ്ഥാനത്തിലെ അവസ്ഥയും എന്തായി എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലോട്ട് വന്നു കഴിയുമ്പോൾ, കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ DK ശിവകുമാർ എന്ന മനുഷ്യൻ്റെ ആ ഒരു ഊർജ്ജസ്വലതയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വെല്ലുവിളിയും ഒക്കെയാണ് കോൺഗ്രസിനെ എങ്ങോട്ട് എത്തിച്ചത്? ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെയും അദ്ദേഹത്തെ മൂലക്കിരുത്തിയിട്ട് മറ്റേ സിദ്ധരാമയ്യ ആ പുള്ളിനെ കയറ്റി അങ്ങോട്ട് ഇരുത്തി. ആ പുള്ളിയുടെയൊക്കെ പൾസ് അറിയണമെങ്കിൽ കർണാടകക്കാരോട് ചോദിക്കണം. അപ്പോൾ ഇനി അടുത്ത ഇലക്ഷന് നോക്കിക്കോ, കർണാടക പൊട്ടും, കർണാടക BJP പിടിക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല.
അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ ഇങ്ങോട്ട് വന്നു അല്ലേ, എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നപ്പോഴും കേരള ജനതയും ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളോടും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആർക്ക് വേണ്ടുന്നത്, കേരള ജനതയ്ക്ക് വേണ്ടുന്നത്. അത് മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയുന്നില്ല, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ടീമുകൾക്ക് കഴിയുന്നില്ല. അവരെ അത് ധരിപ്പിക്കുവാനും ഇവിടെയുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. കാരണം ഇവരേതാണ്ട് തലപ്പത്തിരിക്കുന്ന കുറച്ച് കടൽ കിളവന്മാരുടെ അടുത്ത് നിന്നാണ് എന്ത് ചോദിക്കുന്നത്, അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. അവരെന്താ, അവർക്ക് കോൺഗ്രസ് പാർട്ടി എന്നോ കേരളത്തിലെ ജനത എന്നുള്ള വികാരമൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പോക്കറ്റ് നിറയ്ക്കണം, അവർക്ക് എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം എന്നല്ലാതെ വേറെ ഒരു ചിന്തയും അവർക്കില്ല. ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ എതിർത്ത് വോട്ട് ചെയ്യുന്ന എം.എൽ.എമാരുടെ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്താണ്, ഞങ്ങൾക്ക് കൈയിട്ട് വരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മന്ത്രി വേണം, ഒരു മുഖ്യമന്ത്രി വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ആരെ തഴയുന്നത്, വി.ഡി. സതീശനെ തഴയുന്നത്. ഓക്കെ, അപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എന്താണ്, പുള്ളി കുറച്ചൊക്കെ കടുംപിടുത്തവും കുറച്ചൊക്കെ കാര്യങ്ങളെ നല്ല കാര്യഗൗരവത്തോടെ കാണുന്ന വ്യക്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എം.എൽ.എമാർക്കും ആരോട് താല്പര്യമില്ല, വി.ഡി. സതീശനോട് താല്പര്യമില്ല. ഓക്കെ, എനിക്ക് വ്യക്തിപരമായി വി.ഡി. സതീശനോട് വലിയ താല്പര്യമൊന്നും ഉള്ള ആളൊന്നുമല്ല, അത് വേറെ വിഷയം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പ്രതികരിക്കുന്ന ഒരു നേതാവായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത് എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയുവാൻ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ത്രിമൂർത്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. അതാണ് കോൺഗ്രസിൻ്റെ പരാജയം. കോൺഗ്രസ് എവിടെയും പച്ച പിടിക്കാത്തതിൻ്റെ ഒരു മെയിൻ ഉദാഹരണം തന്നെ എന്താണ്, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത 3 എണ്ണമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ എന്തറിയണം, ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ പൾസ് അറിഞ്ഞില്ല എങ്കിൽ, അതിനനുസരിച്ചുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, കോൺഗ്രസ് വീണ്ടും ശിഥിലമായിക്കൊണ്ടിരിക്കും. നോക്കിക്കോ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഒരു 10 വർഷം കോൺഗ്രസിൻ്റെ കയ്യിൽ കേരളം ഇരിക്കും. എന്നാൽ വി.ഡി. സതീശനല്ല വേറെ ആര് വന്നാലും 6 മാസത്തിനപ്പുറം പോകുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ 5 വർഷം, അതുകൊണ്ട് അത് തീരും. അതോടെ കോൺഗ്രസിൻ്റെ പരിപ്പ് ഏകദേശം തീരും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇനിയാണ് പ്രധാന പോയിന്റ്. ഇവർ കുറേ പേര് പറഞ്ഞു മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എങ്ങോട്ട് ഭരിക്കാൻ പറ്റും, കോൺഗ്രസ്സിന് ഭരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിവിടെ കൊണ്ട് തെരഞ്ഞെടുപ്പുകൾ തീരുമോ? ഇല്ല, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും അവരൊരു യോജിപ്പുള്ളവരാണ്. അവർ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു വാശി കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഒന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി മുസ്ലിം സമുദായത്തെ മുഴുവൻ വെറുപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പറ്റത്തില്ല. ഇനി അല്ലെങ്കിൽ വരെ BJP വളർന്നു വരണം. അങ്ങനെ പെട്ടെന്നൊന്നും BJP കേരള ഭരണം പിടിക്കാനോട്ട് പോകുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കേരള ഭരണത്തിൻ്റെ ഒരു മെയിൻ തൂണായിട്ട് അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ ഒരു ജയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറയുന്നത് മുസ്ലിംസ് തന്നെയാണ്, മുസ്ലിം സമുദായം തന്നെയാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ പരിപൂർണമായിട്ടും കോൺഗ്രസ്സിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനൊരൊറ്റ ഉദാഹരണമാണ്. എന്താണെന്നറിയാമോ, നമ്മളുടെ ഒരു VS ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലേ, പുള്ളി ഒരു ബന്ധുക്കസ്തുകാരനാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ചത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജനങ്ങളാണ് ജയിപ്പിച്ചു വിട്ടത്. അവരെന്ത് നോക്കിയിട്ടാണ് ജയിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയിട്ടൊന്നുമല്ല ജയിപ്പിച്ചത്. പിന്നെ എന്താ, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരോട് കൈ കൊടുത്തൊരു നേതാവെന്ന നിലയിൽ അവരെന്ത് ചെയ്തു, അദ്ദേഹത്തെ അങ്ങ് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. അങ്ങനെയാണ് ആ സീറ്റ് ആർക്ക് കിട്ടിയത്, VS ജോയി എന്ന മനുഷ്യന് കിട്ടുവാനായിട്ടിടയായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ആര് മറക്കരുത്, കോൺഗ്രസ് മറക്കരുത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ തഴഞ്ഞിട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാം എന്നുള്ളത് ഒരു 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 വിഡ്ഢിത്തമായ തീരുമാനമാണെന്ന് തിരിച്ചറിയേണ്ടത് കോൺഗ്രസിൻ്റെ കടമയാണ്. കാരണം കോൺഗ്രസ്സുകാർ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന MLA-മാർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നവർക്കും കേരളത്തെയോ കോൺഗ്രസിനോടോ യാതൊരു ഉത്തരവാദിത്വവും അവർക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം, പിന്നെ എന്താണ്, അവരുടെ കീശ വീർപ്പിക്കണം, ഇത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. ഇനി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പുള്ളികൾക്ക് എന്താണ്, അവർക്കിങ്ങനെ ചുമ്മാ ഏതാണ്ടൊക്കെ പോലെ ഒരു കോൺഗ്രസിനെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ജയിക്കുന്ന ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതല്ലാതെ അതിലപ്പുറം അവർക്ക് ഒരു താല്പര്യവും ഇല്ല എന്നുള്ളത് ഇതിനകത്തെ കാര്യമാണ്. കാരണം ആ 3 പേര് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ഇന്ത്യ ഭരണം ഒരിക്കലും കോൺഗ്രസിൻ്റെ കരത്തിലോട്ട് കിട്ടത്തില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. അത് എന്തുണ്ടാകണം, ജനത്തെ അറിയണം, ജനത്തിൻ്റെ പൾസ് അറിയണം. അല്ലാതെ ഈ 3 പേരും കൂടെ ഇതിങ്ങനെ, ഇനി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കൊന്നും ഒരു വോയിസും ഇല്ല. പുള്ളി ഇവിടെ നമ്മൾക്കറിയാം അല്ലേ, നമ്മുടെ എന്താണ്
നമ്മൾ 10 വർഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണല്ലോ, ഏതാണ് ഞാൻ പേര് മറന്നുപോയി, നമ്മുടെ തൊപ്പി വെച്ചിട്ടൊരു പഞ്ചാബി ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ മരണപ്പെട്ടു പോയ മനുഷ്യൻ, ആ മനുഷ്യന് എത്രമാത്രം 5-6 PhD ഒക്കെയുള്ള നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ പോലും, അദ്ദേഹത്തിന് പോലും പ്രവർത്തിക്കുവാൻ ആരവസരം കൊടുത്തില്ല. ഈ സോണിയാഗാന്ധി ടീമുകൾ അവസരം കൊടുത്തില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചരട്, അദ്ദേഹത്തിൻ്റെ ചരട് ഇവരുടെ കയ്യിലായിരുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ടീമിൻ്റെ കയ്യിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചരടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസി മുഴുവൻ പുറത്തെടുക്കാൻ പോലും ആർക്ക് പറ്റിയിട്ടില്ല. ആ ഒരു മനുഷ്യന് പറ്റാതെയാണ് അദ്ദേഹം ആ ഒരു 10 വർഷം അവിടെ ഇരുന്നത് എന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം എന്ന് പറയേണ്ടി വരും. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു ഡ്യൂപ്പാണ്. അമ്മയും മകനും പെങ്ങളും കൂടിയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഈ കോൺഗ്രസിനെ ചുരുട്ടി കൂട്ടി കയ്യിൽ തരും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി നോക്കിക്കോ, ഈ മുസ്ലിം ലീഗിനെ പിണക്കി കഴിഞ്ഞിട്ട് ഇനി KC വേണുഗോപാൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള എവിടെ നിന്നാലും അദ്ദേഹം ജയിക്കത്തില്ല എന്നുള്ളത് 100% എഴുതിത്തരാം. കാരണം മുസ്ലിംസിനെ നമ്മൾക്ക് തോൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് രാഷ്ട്രീയ നിലപാടിൽ അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല. ഇനി തുടർഭരണം, രണ്ടാമത്തെ തുടർഭരണത്തിലും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ നല്ലപോലെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് ആരായിരുന്നു? ഇതേ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഓക്കെ, ഇനി അദ്ദേഹത്തെ ഇപ്പോൾ താഴെ ഇറക്കിയതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? മുസ്ലിം സമുദായം വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് വിവരമില്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി തന്നെ പ്രതികരിക്കണം. കാരണം എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടെ പ്രതികരിക്കണം. എന്താണെന്നറിയാമോ, മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിംസിനെ പിണക്കിയിട്ട് നിങ്ങൾ ഒരു അധികാര സ്ഥാനത്തൊട്ടും ഇരിക്കുവാനായിട്ട് പോകുന്നില്ല, താഴോട്ട് പോകത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. കാരണം മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ മുസ്ലിംസിനെ നമ്മൾക്ക് മാറ്റി നിർത്തുവാനായിട്ട് പറ്റത്തില്ല. അവർക്കൊരു സ്ഥാനാർത്ഥിയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ, ഒരു പ്രസ്ഥാനത്തെ അവർക്ക് ജയിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരെ കഴിഞ്ഞും ആത്മാർത്ഥതയോടെ അവർ പ്രവർത്തിക്കും. അതിനെ നമ്മൾക്ക് തടയാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് വില കുറച്ച് കാണുവാനോ പറ്റത്തില്ല. അവർ ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ആ ഒരു ഉത്തരവാദിത്വം അവർ നിറവേറ്റും എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ കോൺഗ്രസിലെ കടൽ കിഴവന്മാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് എൻ്റെ ഒരു പൗര എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള അഭിപ്രായം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.